നമസ്കാരം ഗായ്സ്. ഓക്കെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ മറക്കണ്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബാണ് നമുക്ക് അടുത്തടുത്ത് വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ കുറച്ചേരം മുമ്പാണ് നമുക്ക് ആമസോണിൽ പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2 പ്രോഡക്റ്റ് വേറെ കിട്ടാനുണ്ടായിരുന്നു. അതിലൊരു പ്രോഡക്റ്റാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് എന്തായിരിക്കും അറിയില്ല. ഞാൻ ഒരു വാച്ചും പിന്നെ ഒരു സ്മാർട്ട് ടയറിൻ്റെ ഇത് ചെയ്യില്ലേ, നമുക്ക് പമ്പ് വെച്ച് നമ്മൾ ഓട്ടോമാറ്റിക് പവർ ബാങ്ക് പോലെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യില്ലേ, അങ്ങനത്തെ 2 നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതാ വന്നിരിക്കുന്ന അറിയില്ല. നോക്കട്ടെ, തുറന്നു നോക്കട്ടെ. കുറച്ച് വെയിറ്റ് ഉണ്ട്. സംഭവം തുറന്നു നോക്കാം, എന്താ സംഭവം പറഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ ഗൈസ്, തുറന്നു നോക്കാം എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഇത് നോക്കി കഴിഞ്ഞാലേ ഇത് ക്യൂബോ പറഞ്ഞ ബ്രാൻഡിൽ നമ്മൾ സ്മാർട്ട് ടയർ ഇൻഫ്ലേറ്റർ എന്ന് പറഞ്ഞ ഒരു ഇതാണ് മേടിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഈ ബൈക്കിനായാലും സൈക്കിളിനൊക്കെ എയർ അടിക്കുന്ന പമ്പ്, അതാണ് ഗൈസ് ആക്ച്വലി ഇത്. ഇതിൻ്റെ ഏകദേശം വില നോക്കിയെങ്കിൽ MRP വില നോക്കിയെങ്കിൽ 4490 വരുന്ന കേട്ടോ ഗൈസ്. ആദ്യം ഒന്ന് പുറത്തുള്ള പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യുക. അത് പൊളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ 2 സൈഡ് എന്തായാലും സീലുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയും കട്ട് ചെയ്യുക 2 സൈഡ്. അത് കഴിഞ്ഞ് ഇടയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഫുള്ളും വരും. മേലെ ജസ്റ്റ് ഒരു കവർ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നമ്മൾ ബൈക്കിനും കാറിനും ഫുട്ബോളും ബാസ്കറ്റ് ബോളിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പവർ ബാങ്ക് പോലുള്ള സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. പവർ ബാങ്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ. നമുക്കത് ചാർജ് ചെയ്തിട്ട് അതിൽ വെച്ച് നമ്മൾ പവർ കേബിൾ തരുന്നതായിരിക്കും. ആ കേബിൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. Type-C ചാർജർ തന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേയുടെ കവർ മാറ്റി ഞാൻ ഓൺ ചെയ്ത് നോക്കാം. ചാർജ് ഫുള്ളും കാണിക്കുന്നുണ്ട്. സൈക്കിളിൻ്റെ ആ സിമ്പിൾ കാണിക്കുന്നുണ്ട്. നമ്മൾ സൈക്കിളിലാണെങ്കിൽ സൈക്കിൾ മോഡ് ഇടാം. ക്യൂബോ പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെ എന്താ ഉള്ളത് നോക്കട്ടെ. ഇത് നമ്മൾ വാറണ്ടി കാർഡാണ് എങ്ങനെ യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ട് QR കോഡ് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഒരു ട്യൂബ് പോലെ തന്നിരിക്കുകയാണല്ലോ. എന്താണെന്ന് നോക്കാം. ഇത് ബൈക്കിൻ്റെ ഒക്കെ എയർ ഇടുന്ന സംഭവമാണ് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതിനൊരു പൗച്ച് പോലെ തന്നിട്ടുണ്ട് എടുത്ത് വയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞ് നോക്കിയാൽ കുറച്ച് എന്തൊക്കെയോ സംഭവം തന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്താ തുറന്നു നോക്കട്ടെ. ഇത് നമ്മൾ ഫുട്ബോളൊക്കെ എയർ അടിക്കാനായിട്ട് യൂസ് ചെയ്യില്ലേ, ആ നോസിലാണെന്ന്. പിന്നെ ഇത് വേറെ എവിടെയും 2-3 ടൈപ്പ് നോസിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ 3 നോസിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ USB to Type-Cൻ്റെ ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചാർജ് ചെയ്യാനായിട്ട് കേബിളും തന്നിരിക്കുകയാണ് ഗൈസ്. നോക്കി ഈ മേലെ ഒരു ചെറിയൊരു ത്രെഡ് പോലെ തന്നില്ലേ, ആ ത്രെഡും ഈ പൈപ്പിൽ വരുന്ന ഔട്ടർ ത്രെഡും കൂടി സ്ക്രൂ ടൈറ്റ് ചെയ്യാനാണ്. നമ്മൾ ഇത് വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുവഴിയാണ് നമുക്ക് എയർ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 3 എഡ്ജ് തരുന്നുണ്ട്. ആക്ച്വലി നോക്കി 3 അഡാപ്റ്റർ പോലത്തെ സംഭവമാണ്. ഇതൊരു അഡാപ്റ്ററാണ്. ഇത് എവിടെ യൂസ് ചെയ്യുന്നത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ഇത് ഫുട്ബോൾ, നമുക്കറിയാലോ, ഫുട്ബോളായാലും ബാസ്കറ്റ് ബോളായാലും വോളിബോളായാലും യൂസ് ചെയ്യുന്ന
നോസിൽ, പിന്നെ വേറെ ഒരു നോസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാറി മാറി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, സൈക്കിളാണെങ്കിൽ സൈക്കിള്, ബൈക്കാണെങ്കിൽ ബൈക്ക്, കാറാണെങ്കിൽ കാറ്, അങ്ങനെ 3 ടൈപ്പ് തന്നിരിക്കുകയാണ് ഗൈസ്. ഗൈസ് നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടിയിരിക്കുകയാണ്. ക്യൂബോ പറഞ്ഞ ബ്രാൻഡിലാണ് നമുക്ക് എയർ ഫിൽറ്റർ കിട്ടിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ സംഭവം നമുക്ക് കിട്ടി കഴിഞ്ഞാൽ മെഷീന്, പക്ഷേ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ. ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഉണ്ട്, അപ്പോൾ ഫുട്ബോൾ കിട്ടിയെങ്കിൽ സുഖമായിരിക്കില്ല. ഫുട്ബോൾ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളൊന്ന് ഇത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്തു, ഓൺ ചെയ്തു. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സൗണ്ട് ഉണ്ടാവും ഗൈസ്. ഓക്കെ, ഉള്ളിൽ ഒരു മോട്ടർ കറങ്ങണ പോലെ ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇത് വന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മാക്സിമം പ്രഷർ നോക്കിയെങ്കിൽ 150 PSI പ്രഷർ വരെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ഡിവൈസിൽ. അപ്പോൾ ഇത് വന്ന് 2000 mAh ബാറ്ററി ഉണ്ട് ഇതിൽ കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് ടൈപ്പ് സി വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതിൽ കണ്ടറിയാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ നമുക്കത് എയർ ഫുള്ളിലേക്ക് ഫില്ലായി വരുന്നത് നിങ്ങൾക്ക് വിഷ്വലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഗൈസ്. ഏകദേശം ഈ ഫുട്ബോൾ എത്ര പ്രഷർ ഇടേണ്ടതെന്ന് പറഞ്ഞത് അതിൻ്റെ മേലെ തന്നെ നമ്മൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ഇത് ഫുള്ളായി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആ 0 ഉള്ളത് അങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും. ഡിജിറ്റൽ കൂടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ 0.8 ആണ് ഫുട്ബോളിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 0.5 4 ആകുമ്പോൾ നിർത്താം. ഏകദേശം 5 ആയി. അപ്പോൾ നമ്മൾ നിർത്താം. ഓക്കെ, അങ്ങനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഫുട്ബോൾ നോക്കിയെങ്കിൽ ഏകദേശം ഫുള്ളും എയറായി. ചെക്ക് ചെയ്ത് അറിയാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ഇതിൽ 0.8 പറഞ്ഞെങ്കിൽ നമ്മൾ 0.5 വെച്ചിരിക്കുകയാണ്. എന്തിനാ റിസ്ക് കൂടുതലെന്ന് പറഞ്ഞിട്ട് എയർ കുറച്ച് അടിച്ചിട്ടുള്ളൂ. എന്നാൽ നല്ല പോലെ പ്രഷർ എയർ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഫുട്ബോളിൽ. ഗൈസ് നോക്കിയെങ്കിൽ ഇതിൻ്റെ വില നോക്കിയെങ്കിൽ ഏകദേശം MRP വില നോക്കിയെങ്കിൽ ഏകദേശം 4490 രൂപയാണ് സംഭവം നോക്കിയെങ്കിൽ. ഇത് നമ്മൾ ആമസോണിൽ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആമസോണിൽ ഏകദേശം 2600 രൂപയ്ക്കാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഈ പ്രോഡക്റ്റ് നമുക്ക് കൂടുതൽ ഫുട്ബോൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് നമ്മൾ എയർ ചെയ്യുന്ന ബോൾ, ബാസ്കറ്റ് ബോൾ എന്തായാലും ശരി, അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ടയറിൻ്റെ സൈക്കിളായാലും ബൈക്കായാലും കാറായാലും നമുക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കിയെങ്കിൽ 2000 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഇത് ടൈപ്പ് സിയുടെ ചാർജർ ആയിക്കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഇതിൽ നോക്കിയെങ്കിൽ ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എമർജൻസി ലൈറ്റ് ആയിട്ട്. അപ്പോൾ അതുകൂടി നമുക്ക് സംടൈം നമുക്ക് രാത്രി സമയത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടെങ്കിൽ അതുകൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നോക്കി ക്യൂബോ പറഞ്ഞ സ്മാർട്ട് ടയർ ഇൻഫ്ലേറ്റർ പറഞ്ഞ പ്രോഡക്റ്റാണ് ഇത്. ഇതിൻ്റെ ഐറ്റമിൻ്റെ ഇത് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാനുള്ള താല്പര്യം നിങ്ങൾ മേടിക്കുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു ഇതേപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെയും സീ യു, ഗുഡ് ബൈ.